ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തമ്പനെയിലും ക്യാപ്ഷനും ഒക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണും. ഇന്നൊരു ആഫ്റ്റർ സ്കൂൾ സ്റ്റഡി വ്ളോഗ് റൊട്ടീൻ എല്ലാം കൂടെ ചേർന്നൊരു വീഡിയോ ആണ്. പിന്നെ ഈ വീഡിയോയിൽ നമ്മൾ കുറച്ചുകൂടി പ്രാധാന്യം നൽകുന്നത് നമ്മുടെ സ്റ്റഡിക്കാണെന്ന് മാത്രം. അപ്പോൾ ഞാൻ സ്കൂൾ വിട്ട് വരുന്ന ഒരു 5:30 മണി 5:30 5:15 ആയപ്പോൾ ഞാൻ വീട്ടിൽ വന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രഷായി കുറച്ച് സ്നാക്സൊക്കെ കഴിച്ചു. വാഴയ്ക്കപ്പവും ചായയൊക്കെ കുടിച്ച് ഒരു കുളിയൊക്കെ പാസ്സാക്കിയതിന് ശേഷം ഒരു ഡോണറ്റ് കഴിക്കുന്നത് വെച്ചാൽ നല്ല ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ പൊന്തിയിരുന്നെങ്കിൽ പ്ലഫി ആയിട്ടുള്ള ഡോണട്ടായിരുന്നു പുറമെ, പക്ഷേ അകത്ത് മൊത്തം എയർ ആയിരുന്നു. ബട്ട് എന്താ പറയുക, ഭയങ്കര സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഡോണട്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു 7 മണിയായപ്പോഴത്തേക്കും പഠിക്കാൻ തുടങ്ങി. സാധാരണ ഇന്ന് ഞാൻ കുറച്ച് ലേറ്റായെന്നാണ് പറയല്. ഞാൻ 6:30 തുടങ്ങുന്നതാണ്. പക്ഷേ ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെയൊക്കെ കൂടെ ഒരു തിരക്കിൽ എടുക്കാൻ ഇച്ചിരി ലേറ്റായിപ്പോയി. അങ്ങനെ 7 മണിയായി. ഞാൻ ആദ്യം തന്നെ ഫിസിക്സ് തുടങ്ങാമെന്ന് വിചാരിച്ചു. എപ്പോഴും ബയോളജി ആണെന്നാണല്ലോ, അങ്ങനെയല്ല, എപ്പോഴും ബയോളജി അല്ല ഞാൻ എപ്പോഴും വീഡിയോയിൽ കാണിക്കാറ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ ഫിസിക്സ് കാണിക്കാമെന്ന്. അപ്പോൾ ഞാൻ സെക്കൻഡ് ചാപ്റ്റർ ലെൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ട്യൂഷന് ടെസ്റ്റ് പേപ്പറാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇമേജ് ഫോർമേഷനൊക്കെ വരച്ച് നോക്കുകയാണ്, പക്ഷേ എന്തോ അങ്ങോട്ടൊന്നും ശരിയാവുന്നില്ല. അങ്ങനെ പിന്നെ എനിക്ക് ദേഷ്യം വന്ന് എല്ലാം കൂടെ വലിച്ചേറി കളഞ്ഞ് വെട്ടി വരച്ചിട്ട് ഞാൻ പിന്നെ ചെയ്യാമെന്ന് കരുതി. അങ്ങനെ പിന്നെ ഹിന്ദി എടുക്കാമെന്ന് വിചാരിച്ചു. വാവ്, ഹിന്ദി! എൻ്റെ ആ വാവ് എക്സ്പ്രഷൻ്റെ കാര്യം. അങ്ങനെ ഞാൻ ഹിന്ദി പഠിക്കുന്നത് വളരെ ചുരുക്കമാണ്. അതുപോലെ തന്നെ വീഡിയോയിൽ ഇതുവരെ കാണിച്ചിട്ടുമില്ല ഹിന്ദി. അറ്റ്ലീസ്റ്റ് ഹിന്ദി ബുക്ക് ഞാൻ തുറക്കുന്ന പോലും കാണിച്ചില്ല, ബിക്കോസ് ഞാൻ ഹിന്ദി അങ്ങനെ അധികം നോക്കാറില്ല. പിന്നെ ഇന്ന് പഠിപ്പിച്ച പോർഷനൊക്കെ ഒന്ന് വായിച്ചൊക്കെ നോക്കി. നോട്ട്സൊക്കെ കുറച്ച് കംപ്ലീറ്റ് ആക്കാനുണ്ടായിരുന്നു. 1-2 ക്ലാസ്സിൽ ഞാൻ മത്സരത്തിന് പോയതുകൊണ്ട് 1-2 ക്ലാസ്സൊക്കെ പോയി. പിന്നെ കുറച്ച് നോട്ട്സൊക്കെ എഴുതാനുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നോട്ട്സൊക്കെ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഞാൻ പരമമായ ഒരു സത്യം പറയല്, വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നോട്ട് എഴുതാനാണ് ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നത്. കാരണം ബാക്കിയൊന്നും പഠിക്കാനുള്ള സമയം കിട്ടാറ് പോലുമില്ല. നിങ്ങൾക്കും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല, അങ്ങനെ ആയിരിക്കണം മേ ബി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഓൺലൈൻ മാത്സ് ക്ലാസ് തുടങ്ങി. ശരിക്കും മാത്സും നമ്മളിപ്പോഴൊരു യുദ്ധമാണല്ലോ, പക്ഷേ അങ്ങനെയല്ല. ഈ സാറിൻ്റെ ക്ലാസ് ഭയങ്കര എഫക്റ്റീവാണ്. കാരണം 8th തൊട്ട് ഈ 3 വർഷം 8th 9th 10th ഞാൻ ഒരു ട്യൂഷനും പോകാതെ സാറിൻ്റെ ക്ലാസ്സാണ് കഴിഞ്ഞ 2 വർഷം പഠിച്ചുകൊണ്ടിരുന്നത് മാത്സിന്. അതെനിക്ക് നല്ല എഫക്റ്റീവായിട്ടാണ് തോന്നിയത്. കാരണം എനിക്ക് അതുവരെ A+ ഒന്നും കിട്ടാതിരുന്ന എനിക്ക് കഴിഞ്ഞ വർഷം 9th ലാസ്റ്റ് ഇയറിൽ എനിക്ക് 76 കൂടുതൽ മാർക്കുണ്ടായിരുന്നു. അപ്പം അതെനിക്ക് നല്ല എഫക്റ്റീവായിട്ട് തോന്നി, അതും ട്യൂഷനൊന്നും ഇല്ലാതെ. ഈ വർഷം ഇനി പരീക്ഷയൊക്കെ വരാൻ പോവുകയാണ്, എന്താവും ഗതിയെന്നൊന്നും അറിഞ്ഞുകൂടാ. അങ്ങനെ മാത്സ് ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത സ്കൂളിലെ കുറച്ച് നോട്ട്സാണ് ഞാൻ ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം എന്തുമാത്രം സത്യസന്ധമായാണ് പറഞ്ഞത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും. ശരിക്കും നോട്ട് ചെയ്തുകൊണ്ട് കുറേ സമയം പോകുന്നുണ്ട്, കരുതി പഠിക്കുന്നതിൽ നല്ല ഉദ്ദേശിച്ചത് കൂടുതൽ ടൈം അതിനാണെന്നേ ഉള്ളൂ. അപ്പോൾ രാത്രി 10 മണി ഞാൻ ഉറങ്ങാൻ പോകണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സോ ബൈ. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക.